അവർ ആ മഹദിയെ മരുഭൂമിയിലേക്ക് വലിച്ചിഴച്ചു. ചുട്ടുപൊള്ളുന്ന സൂര്യനു താഴെ കെട്ടിയിട്ടു. ഓരോ ദിവസവും ക്രൂരമായി മർദ്ദിച്ചു. മക്കയിൽ ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ വനിതകളിലൊരാളായ സുമയ്യ ബിൻത് ഖയാത്തിന്റെ ധീരമായ കഥയാണിത്. തന്റെ ഭർത്താവ് യാസിറിനും മകൻ അമ്മാറിനുമൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാ എന്നവർ പരസ്യമായി പ്രഖ്യാപിച്ചു. ദരിദ്രരും സംരക്ഷിക്കാൻ ഗോത്രബലമില്ലാത്തവരുമായ ആ കുടുംബം ആ നിമിഷം മുതൽ ഖുറൈശികളുടെ ക്രൂരതകൾക്കിരയായി മാറി. ഇസ്ലാമിന്റെ ആജന്മ ശത്രുവായ അബൂജഹലായിരുന്നു ഈ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന ആ വയോധികയുടെ ദാരിദ്ര്യത്തെയും സ്ത്രീത്വത്തെയും അവൻ പരിഹസിച്ചു. ഏറ്റവും നീചമായ വാക്കുകൾ കൊണ്ട് അവരെ അധിക്ഷേപിച്ച അവൻ തന്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ അവരോട് ആക്രോശിക്കുകയും ചെയ്തു. പക്ഷേ ചോരയൊലിക്കുന്ന ശരീരവുമായി നിൽക്കുമ്പോഴും സുമയ്യ റളിയല്ലാഹു അൻഹ അചഞ്ചലയായിരുന്നു. അവർ അബൂജഹലിന്റെ കണ്ണുകളിലേക്ക് നോക്കി ആത്മവിശ്വാസത്തോടെ വീണ്ടും പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ. ആ ആത്മവീര്യം തകർക്കാൻ കഴിയാതെ തോറ്റുപോയ അബൂജഹൽ പ്രകോപിതനായി തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് ആ വയോധികയെ കുത്തിവീഴ്ത്തി. മക്കയിലെ ചുട്ടുപഴുത്ത മണലിൽ സുമയ്യ റളിയല്ലാഹു അൻഹ രക്തസാക്ഷിയായി വീണു. ഇസ്ലാമിനുവേണ്ടി ജീവൻ നൽകിയ ആദ്യത്തെ വ്യക്തി. തൊട്ടുപിന്നാലെ ഭർത്താവ് യാസിറും റളിയല്ലാഹു അൻഹ കൊല്ലപ്പെട്ടു. ഭൗതികമായ ശക്തിയേക്കാൾ വലുതാണ് ആത്മീയമായ കരുത്തെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത കുടുംബമാണത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന പേര് ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ ഒരാവേശമായി നിലനിൽക്കുന്നു.